കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു കുട്ടി കൊല്ലപ്പെട്ടു. 58 മുറിവോടുകൂടിയാണ് ആ കുട്ടി കൊല്ലപ്പെട്ടത്. അതിൻ്റെ രണ്ടാനച്ഛൻ അതിന് 58 ഇടങ്ങളിലായിട്ട് മുറിവേൽപ്പിച്ചു. ഭയങ്കരമായി മുറിവേൽപ്പിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നത്. 1.5 വയസ്സേ ഉള്ളൂ. കുട്ടീനെ ടെറസിൻ്റെ മേളിൽ കൊണ്ട് നിർത്തിയപ്പം, സ്ലാബിൽ കൊണ്ട് നിർത്തിയപ്പം അതവിടെ അള്ളിപ്പിടിച്ചിരുന്നു. കാരണം രക്ഷപ്പെടാൻ, സർവൈവ് ചെയ്യാൻ. വീട്ടിൽ നിന്ന് പല പ്രാവശ്യം ഏന്തി വലിഞ്ഞ് നിരങ്ങി അത് വഴികളിലേക്ക് വന്നു ടു സർവൈവ്. പലരും കണ്ടു, പലരും അഭ്യർത്ഥിച്ചു, പറഞ്ഞു, ഒന്നും നടന്നില്ല. ആ കുട്ടിയുടെ അമ്മയുടെ അനിയൻ, ആ കുട്ടിയുടെ ബൈറ്റ് ഞാൻ കണ്ടതാണ്, ടി വിയിൽ കണ്ടതാണ്. ആ കുട്ടിയുടെ അമ്മയുടെ അനിയൻ പറയുന്നുണ്ട്, പല പ്രാവശ്യം ഞങ്ങൾ പേപ്പറിൽ എഴുതി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാണ് ആ കുട്ടീനെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്ന്. ആ കുട്ടിയുടെ മാതാവിൻ്റെ സഹോദരനും അമ്മയും. പോലീസ് ഒരു ആക്ഷനും എടുത്തില്ല, ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. അവർ പറയുന്നത് മാതാപിതാക്കളാണ് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം റിട്ടയർ ആയിട്ടുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമത്തിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു, മാതാപിതാക്കൾ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് വേണ്ട നടപടികൾ അതിന് സ്വീകരിക്കാവുന്നതാണ് എന്ന്. അപ്പോൾ പോലീസിന് നടപടി എടുക്കാൻ പറ്റുന്നതാണ്, എന്നിട്ടും അവരെടുക്കാതിരുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് കുഞ്ഞെ മാപ്പ് എന്നാണ്. എന്തിനാണ് ഈ ആൾക്കാർ മുഴുവൻ ഈ കുഞ്ഞിനോടും മാപ്പ് ചോദിക്കുന്നത്? ഇവരെല്ലാവരും കൂടെയാണോ ഈ കുഞ്ഞിനെ തല്ലിക്കൊന്നത്? ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പെൺകുട്ടി അല്ലെ ആൺകുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് മാപ്പ് പറച്ചിലാണ്. അത് ഞാൻ വളരെ ദയാനുഭൂതിയുള്ള ഒരാളാണ്, ഞാൻ വളരെ നല്ലവനാണെന്ന് അറിയിക്കാനായിട്ടാണ് ഈ സ്വയം അതിനകത്ത് കയറി ഈ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം തന്നെയാണ് ഇതെല്ലാത്തിനും കാരണക്കാരൻ. നമ്മളെല്ലാവരും അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങളെ തല്ലുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, തലയ്ക്കടിക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ രീതി എങ്ങനെയാണ്? അവർ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊച്ചുങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെയാണ് തലയ്ക്കിട്ട് അടിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ തലയ്ക്കടിക്കുന്നത്. ഇന്നും അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മലയാളികൾ കുഞ്ഞുങ്ങളെ നിലത്ത് വയ്ക്കത്തില്ല, തൊഴിലായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ ഇന്നും നോർത്ത് ഇന്ത്യൻസ് കുഞ്ഞുങ്ങളെ തലക്കടിക്കുന്നുണ്ട്. മലയാളി കുഞ്ഞുങ്ങൾ അന്നും ഇന്നും കരയുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് അന്നും ഇന്നും കരയാറില്ല. തലക്കടിക്കുന്നു, അവന് കാര്യം മനസ്സിലായി, അവൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷേ മലയാളിയുടെ സ്വഭാവം മാറി. മലയാളികൾ കുഞ്ഞുങ്ങളെ വളരെ ബ്രൂട്ടലായിട്ടും വളരെ മൃഗീയമായിട്ട് ഉപദ്രവം തുടങ്ങി, ഒരുപാട് ഉപദ്രവങ്ങൾ. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വളരെ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ്. കാലഹരണപ്പെട്ട നിയമസംഹിത, പണ്ടങ്ങാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ നിയമങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് വർഷങ്ങളെടുക്കും. ഒരു സിവിൽ കേസ് ആയിക്കോട്ടെ, ക്രിമിനൽ കേസ് ആയിക്കോട്ടെ, 10, 15, 5, 8 വർഷങ്ങളാണ് എടുക്കുന്നത്. അത് തന്നെ ഒരു വലിയ കാരണമാണ് ഇതിനകത്ത്. ഇതിൽ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇവർ ഡിവേഴ്സ് ആയതാണ്. ചെറുക്കനും ഡിവേഴ്സായി, പെണ്ണും ഡിവേഴ്സായി. അപ്പോൾ അതിൻ്റേതായ ഫ്രസ്ട്രേഷൻസ്, പല കാരണങ്ങളെല്ലാം ഇവർക്കുണ്ട്. അതിൻ്റേതായ ലഹരി ഉപയോഗങ്ങൾ ആ ചെറുക്കനുണ്ടാവും. പല കാരണങ്ങളുണ്ട്. അതിൽ അവൻ ജനിച്ചപ്പോഴേ ഒരു ക്രിമിനലല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. പോലീസ്, ജുഡീഷ്യറി, അതുപോലെ സമൂഹം, ഇവരെല്ലാവരുമാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തിയല്ല. ഇനിയും മരണങ്ങളുണ്ടാവും. ഇതിലും ക്രൂവലായിട്ട്, ഇതിലും ദാരുണമായി ഇനിയും കുട്ടികളിവിടെ കൊല്ലപ്പെടും. ഇതാദ്യമായിട്ടുള്ളതല്ലല്ലോ. ഇന്നും എത്രയോ കുട്ടികൾ കൊല്ലപ്പെട്ടു. ആണും പെണ്ണുമായിട്ടുള്ള കുഞ്ഞു കുട്ടികൾ എന്തോരം കൊല്ലപ്പെട്ടു. ഇനിയും കുട്ടികൾ കൊല്ലപ്പെടും. ഇതിലേറെ അന്നും ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാണ്ട് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മാപ്പ് പറയാനായിട്ട്. അതല്ലാതെ ആരും റിയാക്ട് ചെയ്യത്തില്ല, ഒന്നിനും പ്രതികരിക്കത്തില്ല. പ്രതികരണശേഷി ഇല്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം.
വഴിയിൽ ഭിക്ഷ യാചിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ചോദിച്ചുകൂടെ, നിങ്ങൾ എവിടുന്നാ, എന്താ, ഏതാ എന്നാ? ഗ്ലാസ് അടച്ചകത്തിരിക്കും, തുറന്നു പോലും നോക്കത്തില്ല. വഴിയിൽ ആക്സിഡൻറ്റ് വിട്ട് ആരെല്ലാം കിടന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി കിടന്നാൽ പോലും അതിനകത്തും കുഞ്ഞുണ്ടാവും. തിരിഞ്ഞ് നോക്കാതെ അപ്പോൾ നമുക്ക് നമ്മുടെ വഴി പോകാം, ഇനി പോലീസും കേസിനും എന്തിനാ, അങ്ങനെ പോകുന്നവരുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണുമ്പം 2 ദിവസത്തേക്കുള്ള ആ ഒരു ഇതുണ്ട്, ഒരു ത്വര, അയ്യോ എൻ്റെ കുഞ്ഞേ മാപ്പേ എന്ന് പറയുന്ന ഒരിത്, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് മലയാളി. മറ്റൊരു സ്റ്റേറ്റിലും ഇത്രയും മോശമായിട്ടുള്ള ആളുകളില്ല. എല്ലാവരെയും മൊത്തം അടക്കി പറഞ്ഞതല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഇല്ല എന്നല്ല. നല്ല രീതിയിൽ ഒരുപാട് ചൈൽഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ ഒരു വിഭാഗം ജനമുണ്ട്. അവരിതിനകത്ത് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. ദർ ഇസ് നോ ആക്ടിവിറ്റീസ്. ആക്റ്റീവായിട്ട് തെരുവിൽ ഇറങ്ങാൻ പാടില്ലേ? ഒരു ആനയുടെ കാര്യം വന്നപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് തെരുവിൽ ഇറങ്ങിയില്ലേ? ഞാനും ഇറങ്ങിയതാണ്. ഒരു ആനയുടെ കാര്യം വന്നപ്പോൾ തെരുവിലിറങ്ങി. ഇവിടുത്തെ ഒരുപാട് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും ജനങ്ങൾ എന്തേ തെരുവിലിറങ്ങാത്തത്? ഒരു ആക്ടർ, ഒരു പ്രമുഖ നടൻ ഒരു വേദിയിലിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, സാർ മലയാളികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. മലയാളി നടനാണ്. അദ്ദേഹം പറഞ്ഞു, മലയാളി പൊളിയില്ലേ എന്ന് പറഞ്ഞു. മലയാളി തേങ്ങയാണ്. സ്വയം അങ്ങ് ചിന്തിക്കുകയാണ്, നമ്മളെന്തോ ആണ്, നമ്മളെന്തോ സംഭവമാണ്, നമ്മളെന്തൊക്കെയോ ആണെന്ന്. ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലല്ലാതെ വേറൊരു സ്റ്റേറ്റിലും ഇപ്പം നടക്കുന്നില്ല. ഉണ്ടാവാം, വളരെ എണ്ണപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഇത്രയും മോശമായ രീതിയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്നത് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി പുതിയ പുതിയ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം ജനലുകൾ വഴിയൊക്കെ പിള്ളേരിങ്ങനെ തെറിച്ച് വരികയാണ്, പറന്നു വരികയാണ്. കുഞ്ഞ് നവജാത ശിശുക്കളൊക്കെ ഇങ്ങനെ ജനൽ വഴിയൊക്കെ ഇങ്ങനെ പറന്നു വരികയാണ്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. എന്നിട്ട് പറയുന്നു, കേരളത്തിലുള്ള എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും കൂടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നു കേരളം പൊളിയാണ്.